വിനീത് ശ്രീനിവാസിൻ്റെയും ധ്യാൻ ശ്രീനിവാസിൻ്റെയും ഏറ്റവും അടുത്ത് നിൽക്കുന്ന പുതുതലമുറയിലെ താരങ്ങൾ വരെയും വന്ന് കണ്ട് മടങ്ങിയ കുറച്ചു പേരുണ്ടെങ്കിൽ പോലും വന്ന ആളുകളിൽ ഒരു ഭൂരിഭാഗം ആളുകളും ഇവർക്കൊപ്പം വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒപ്പം നിന്ന് ആശ്വാസമാകുന്ന കാഴ്ചകൾ കൂടിയാണ് കാണുന്നത്. ഈ മൃതദേഹം സംസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ നിരവധി സിനിമാ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തിന് വിട നൽകാനായി കാത്തു നിൽക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ ദൃശ്യങ്ങളെ കാണുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ കൂടി എത്തിയിട്ടുണ്ട്. അവർ അന്തിമോപചാരം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസാനമായി വിട നൽകാൻ കാത്തു നിൽക്കുന്ന കാഴ്ച. മാത്രമല്ല വളരെ സാധാരണക്കാർ പോലും, ഈ തൊട്ടടുത്തുള്ള ജനങ്ങൾ മാത്രമല്ല, ഈ ഉദയംപേരൂരിലുള്ള ജനങ്ങൾ മാത്രമല്ല, എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വരെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് തമിഴ്നാടൻ സൂര്യ വരെ രാവിലെ 7 മണിയോടെ അദ്ദേഹത്തെ കണ്ട് മടങ്ങുന്ന കാഴ്ച. സൂര്യ പ്രതികരിച്ചിരുന്നു, താൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്, അത്രയധികം ആദരിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തെ വന്ന് കാണാൻ അതെ പോകാൻ തരമില്ല, അത്തരത്തിൽ അത്രയധികം താൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ അവസാനമായി കാണാനാണ് താൻ എത്തിയതടക്കമുള്ള കാര്യങ്ങൾ സൂര്യടക്കം പ്രതികരിച്ചിട്ടും. അങ്ങനെ പ്രമുഖർ, സിനിമാ രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും വന്ന് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ, പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചിതയിലേക്ക് എടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ വെച്ചാകും, ചിതയ്ക്ക് സമീപം വെച്ചാകും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ, ഗാർഡ് ഓഫ് ഓണറൊക്കെ നൽകുന്നത് ചിതയ്ക്ക് സമീപം വെച്ചാകും എന്നുള്ളതാണ്. അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ആളുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിയന്ത്രിക്കാനാവാത്ത വിധം നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. അത് നിയന്ത്രിക്കാൻ പോലീസും ഒപ്പം മറ്റ് സിനിമാ പ്രവർത്തകരും വോളണ്ടിയേഴ്സും ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകളും ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളും ആളുകളെ മാറ്റുന്ന കാര്യങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം കൂടിയാണ്. എല്ലാ കാലത്തും അത് 70കളിലോ 80കളിലോ മാത്രമല്ല ശ്രീനിവാസൻ ഓർമ്മിക്കപ്പെടുക. ഒരു 100 കൊല്ലം കഴിഞ്ഞാലും നമ്മളിപ്പോൾ കാണുന്ന അതേ ആസ്വാദനത്തോടെ, അത്രയധികം ആസ്വാദന മികവോടെ നമുക്ക് ശ്രീനിവാസൻ്റെ സിനിമകൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. കാലത്തിനതീതമായി ശ്രീനിവാസൻ്റെ സിനിമകൾ കാലത്തിനതീതമായി സഞ്ചരിക്കുന്നു. ഏത് കാലഘട്ടത്തിലും കൃത്യമായിട്ടുള്ള പ്രാധാന്യത്തോടുകൂടി, രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി നമുക്ക് ശ്രീനിവാസൻ്റെ സിനിമകളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാ കാലത്തും മധ്യവർഗത്തിൻ്റെ പ്രശ്നം, സാധാരണക്കാരൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരേപോലെ തന്നെയാണ്. അത് ജീവിത പ്രശ്നങ്ങളെന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും സാധാരണക്കാരന് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു, അത് കാലത്തിനനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളതല്ല, അല്ലാതെ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ എന്നും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നതിൽ ശ്രീനിവാസൻ പ്രകടിപ്പിച്ച ഒരു അസാമാന്യ മികവ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. അത് പലപ്പോഴും ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തൊടുന്ന സിനിമകൾ, കഥാപാത്രങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ഏറ്റവും സാധാരണക്കാരനായ കഥാപാത്രങ്ങൾ, ഏറ്റവും സാധാരണക്കാരുടെ കഥ പറയുന്ന ചിത്രങ്ങൾ. ഇപ്പോൾ തേന്മാവിൻ കുമ്പത്താണെങ്കിലും അത്തരത്തിൽ ഉദയനാണ് താരമൊക്കെ ആണെങ്കിൽ പോലും വിമർശനാത്മകമായ ഒരുപാട് കാര്യങ്ങൾ പോലും ഉൾക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാറുകളെയൊക്കെ വിമർശിക്കണമെങ്കിൽ അത്രയധികം ആളുകളുമായി അടുപ്പമുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഉദയനാണ് താരം പോലെയുള്ളൊരു സിനിമ ചെയ്യണമെങ്കിൽ അതിന് ശ്രീനിവാസനെ പോലെ ഉള്ള ഒരാൾക്കല്ലാതെ മറ്റൊരാൾക്ക് ഉദയനാണ് താരം പോലെയുള്ളൊരു സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന് പല പ്രമുഖരും പല നടന്മാരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയധികം ശ്രീനിവാസൻ ഇത്തരത്തിലുള്ള സിനിമകൾ പറഞ്ഞാൽ, വിമർശനങ്ങൾ നടത്തിയാൽ ആളുകൾക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. ആളുകൾക്ക് ശ്രീനിവാസനോടൊരു പരിഭവമോ പിണക്കമോ ഒന്നും തന്നെ തോന്നാറില്ല. അത് സിനിമാ മേഖലയിൽ നിന്നാണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ നിന്നാണെങ്കിലും മറ്റ് സാമൂഹ്യ മേഖലയിൽ നിന്ന് എവിടെ നിന്നാണെങ്കിൽ പോലും ശ്രീനിവാസനോട് അത്തരത്തിലുള്ള പരിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആളുകൾക്ക് തോന്നാറില്ല എന്നുള്ളതാണ്. അത്രയധികം ആളുകളോട് അടുത്ത് നിൽക്കുന്ന, ഇടപെടുന്ന എല്ലാവർക്കും ഏറെ ഇഷ്ടമാകുന്ന തരത്തിൽ, എന്നാൽ
ശ്രമിക്കാൻ ആളുകളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാതെ തനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് മുഖത്ത് നോക്കി തന്നെ പറയുന്ന അത്രയധികം കാർക്കശ്യം ആ ഒരു കാര്യത്തിൽ ഉള്ള ഒരാൾ കൂടിയാണ് ശ്രീനിവാസൻ. എന്നാൽ പോലും ശ്രീനിവാസൻ്റെ വിമർശനങ്ങളെ ആളുകൾ ആ ഒരു രീതിയിൽ തന്നെയാണ്, ആ ഒരു പ്രാധാന്യത്തോടെ തന്നെയാണ് ആളുകൾ എടുക്കുക. അത് നേരിട്ടുള്ള വിമർശനമായാലും അല്ലെങ്കിൽ സിനിമയിൽ കൂടിയുള്ള വിമർശനമായാലും ആക്ഷേപഹാസ്യത്തിൽ കൂടിയുള്ള വിമർശനമായാൽ പോലും ശ്രീനിവാസൻ്റെ വിമർശനങ്ങളെ ആ ഒരു രീതിയിൽ തന്നെയാണ് മലയാള സമൂഹം എടുക്കുക എന്നുള്ളതാണ്. ശ്രീനിവാസനെ വെറുക്കാൻ ഒരു കാരണം ആർക്കും ഉണ്ടാകില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്രയധികം ആളുകളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സിനിമകൾ ചെയ്യുന്നതിലേക്ക്, എഴുതുന്നതിലേക്കൊക്കെ ശ്രീനിവാസൻ അത്രയധികം പ്രാഗൽഭ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച സിനിമകളേക്കാൾ ഏറെ എടുത്തു പറയേണ്ടത് അദ്ദേഹം എഴുതിയ സിനിമകളാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ ഒരുപാട് തവണ ഈ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്രീനിവാസൻ എഴുതുമ്പോൾ ചുറ്റും പേപ്പറുകൾ ഉണ്ടാകും. ഒരുപാട് തവണ ഈ പേപ്പറുകൾ മാറി 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 എഴുതി അതിനെ റിഫൈൻ ചെയ്താണ് ശ്രീനിവാസൻ ഓരോ കഥാപാത്രത്തെയും സൃഷ്ടിക്കുന്നത്, ഓരോ കഥകളും സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്.